ആശ്രയിച്ചാൽ മാത്രമേ മായ നീങ്ങുള്ളൂ. ആ മായ നീങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാമജപവും സത്സംഗങ്ങളും എല്ലാം വരണത്, ക്ഷേത്ര ദർശനമൊക്കെ. അപ്പോൾ ആ മായ നീങ്ങിക്കഴിയുമ്പോൾ ശരീരത്തിൻ്റെ നിസ്സാരാവസ്ഥ ബോധ്യമാവും. ആ ബോധ്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ശരീരത്തിന് എന്ത് തന്നെ വന്നാലും അത് നമ്മളെ ബാധിക്കില്ല. ദേവാസുരന്മാർ തമ്മിലുള്ള ആ ഇന്ദ്രനെ യുദ്ധം ചെയ്യാൻ വൃത്രാസുരൻ വന്നപ്പോൾ വൃത്രനെ ജയിക്കണമെങ്കിൽ എന്ത് വേണം എന്നുണ്ടെങ്കിൽ അതിന് വജ്രായുധം ഉണ്ടാക്കണം. അതെങ്ങനെ വേണം? ഭക്തൻ്റെ നട്ടെല്ലുകൊണ്ട് വേണം ആ ആയുധം ഉണ്ടാക്കാൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദദീജി മഹർഷിയോട് ഒന്ന് ചോദിക്കുകയാണ്, ആലോചിച്ച് നോക്കൂ, എൻ്റെ നിലനിൽപ്പിന് വേണ്ടി വേറൊരാൾ മരിച്ചാലും വേണ്ടില്ല എന്നുള്ള നമ്മുടെയൊക്കെ അവസ്ഥയാണ്. നമ്മൾ നന്നായിരിക്കണം, മറ്റുള്ളവർ എന്തു വന്നാലും വേണ്ട. എന്നെപ്പോലെ തന്നെ ഒരു ജീവനാണത്. അത് മരിച്ചിട്ട് വേണോ എൻ്റെ ജീവൻ? അങ്ങനെ ചിന്തിക്കണേ ഇല്ല, നമ്മളാരും ചിന്തിക്കില്ല അവനവൻ്റെ നിലനിൽപ്പ്. അത് ആ ഇന്ദ്രനൊക്കെ നമ്മളുടെയൊക്കെ പ്രതീകമായിട്ടാണ് ഇന്ദ്രൻ നിൽക്കണേ. ആ ഇന്ദ്രൻ ചെന്നിട്ട് പറയാണ് മഹർഷിയോട്, നട്ടെല്ല് വേണം എൻ്റെ നിലനിൽപ്പിന് എന്ന് പറഞ്ഞപ്പോൾ മഹർഷിക്ക് ഒന്നും ഉണ്ടായില്ല. കാരണം മഹർഷി വിചാരിക്കുന്നത് നശിച്ചു പോകുന്ന ഈ ശരീരം അത് അതുകൊണ്ട് ഒരാൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ സന്തോഷമേ ഉള്ളൂ. അദ്ദേഹം വേഗം ആ ശരീരത്തിനെ അദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെ ശക്തി കൊണ്ട് ആ ജീവനെ ആ ശരീരത്തിൽ നിന്ന് എടുത്തിട്ട് ആ ശരീരം അവിടെ ഉപേക്ഷിച്ച് പോവുക ചെയ്തത്. അങ്ങനെയുള്ള ആ മഹർഷിയുടെ ആ നട്ടെല്ല് കൊണ്ടാണ് വജ്രായുധം ഉണ്ടാക്കിയത്. അതുപോലെ മഹാത്മാക്കൾ മറ്റൊരു കഥ പറയും. ആ വജ്രായുധം ഉണ്ടാക്കിയപ്പോൾ മഹാദേവൻ അവിടെ ചെന്നു അത്രേ. ആ വജ്രായുധം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ച നട്ടെല്ലിൻ്റെ ബാക്കി ഭാഗങ്ങളെ കൊണ്ട് ഭഗവാൻ ഒരു വേണു ഉണ്ടാക്കിയെന്നാണ് പറയണേ. ആ വേണുവിൻ്റെ പേരാണ് ഭാംസുരി എന്നുള്ള പേര് പറയണം. അത് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന് മഹാദേവൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ ചെന്നപ്പോൾ കണ്ണന് സമർപ്പിച്ചതാണത്രേ. അപ്പോൾ അത് തൻ്റെ പ്രേമത്തിൻ്റെ സമർപ്പണമാണ്. ഏറ്റവും വലിയ ഭക്തനാണ്. ആ വൈഷ്ണവന്മാരിൽ പ്രഥമ സ്ഥാനമാണ് മഹാദേവന്. എപ്പോഴും ആ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് മഹാദേവൻ. അപ്പോൾ ആ പരമപ്രേമത്തെയാണ് അവിടെ സമർപ്പിച്ചത്. അത് രാധാറാണിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ ആ ഭാംസുരി. എപ്പോഴും അതായത് ആ പരമപ്രേമത്തിൻ്റെ പ്രേമാനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ആ ഭാംസുരി ഊതുക. രാധയ്ക്ക് മാത്രം വേണ്ടിയിട്ടാണ് ആ ഭാംസുരി ഊതുക എന്ന് മഹാത്മാക്കൾ അനുസ്മരിച്ച് കേട്ടിട്ടുണ്ട്. അത്ര മഹത്വം